ഹായ്, എല്ലാവർക്കും റിഷ്മി ലോക്സിൻ്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇനി ഞാൻ കൂടെയുള്ളത് ഗ്രാൻഡ് ടൈറ്റൻ നിയോ സ്പോർട്സ് വേഴ്സസ് സ്വിഫ്റ്റ് VXIയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കമ്പാരിസൺ ആണ്. നമുക്ക് ഇവൻറ്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സാണുള്ളത്, സ്വിഫ്റ്റ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തെല്ലാം ഡിഫറൻസ് ആണ് കൊടുത്തിട്ടുള്ളത്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഗ്രാൻഡ് ടൈറ്റൻ നിയോസ് വേഴ്സസ് സ്വിഫ്റ്റ് VXI എക്സ്റ്റീരിയർ ലുക്ക് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഈ രണ്ട് വാഹനങ്ങളുടെ സ്വിഫ്റ്റിൻ്റെ VXI വേഴ്സസ് ഗ്രാൻഡ് ടൈറ്റൻ നിയോ സ്പോർട്സ്. ഇനി മറ്റു ഫീച്ചേഴ്സിലേക്ക് കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഹെഡ്ലൈറ്റിലേക്ക് കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഗ്രാൻഡ് ടൈറ്റൻ നിയോസ് സ്പോർട്ടിൽ പ്രൊജക്റ്റഡ് ഹാലജൻ ഹെഡ്ലൈറ്റുകളാണ് ഹൈബ്രിഡ് ലൊബിമനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നു. അതിന് ചേർന്ന് നമുക്ക് അതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് കാണാം, അത് ഹാലജൻ ആയിട്ടാണുള്ളത്. താഴത്ത് കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഫോഗ് ലൈറ്റ് ഗ്രാൻഡ് ടൈറ്റൻ നിയോസിൽ ഫോഗ് ലൈറ്റ് കാര്യങ്ങളും തന്നെ വരുന്നില്ല. നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് ട്രയാർ ഷേപ്പിലുള്ള DRലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്വിഫ്റ്റിലേക്ക് നോക്കുമ്പോൾ നമുക്ക് 165 ആണ് നിയോസിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നത്. ഇനി സ്വിഫ്റ്റിലേക്ക് കൊണ്ടു കഴിഞ്ഞാൽ സ്വിഫ്റ്റിന് ഹാലജൻ പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റുകളാണ് ഹൈബ്രിഡ് ലൊബിമന കാണാം. പാർക്ക് ലൈറ്റും ഇൻഡിക്കേറ്റേഴ്സ് ഫുൾ ഹാലജൻ ആണ് വരുന്നത്. താഴത്ത് കഴിഞ്ഞാൽ VXI വേരിൽ ഫോഗ് ലൈറ്റ് ഒന്നും തന്നെ വരുന്നില്ല. നമുക്ക് സ്വിഫ്റ്റിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുമ്പോൾ 163 ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഇനി വശങ്ങളിലേക്ക് കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഗ്രാൻഡ് ടൈറ്റൻ നിയോ സ്പോർട്ടിൽ നമുക്ക് 15 ഇഞ്ച് സ്റ്റീൽ വീലുകളാവുന്നത്. 195, 65, 15 ആണ് ആർ സൈസ് വരുന്നത്. ഫ്രണ്ട് ഡിസ്ക് ബാക്കിൽ ഡ്രം ബ്രേക്കുകളാണ്. ഞങ്ങൾക്ക് അലവിൽ പോലെ തോന്നിക്കുന്ന വീൽ കപ്പുകളാണ് പുറത്ത് വരുന്നത്. ഇനി സ്വിഫ്റ്റിൻ്റെ VXIയിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വിഫ്റ്റിൻ്റെ VXIക്ക് 14 ഇഞ്ച് വീൽസാണ് കൊടുത്തിരിക്കുന്നത്. 185, 70, 14 ആണ്. ഫ്രണ്ട് ഡിസ്ക് ബാക്കിൽ ഡ്രം ബ്രേക്കുകളാണ്. ഇത് അലവിൽ പോലെ തോന്നിക്കുന്ന വീൽ കപ്പുകളാണ് പുറത്ത് വരുന്നത്. ഇനി രണ്ട് വാഹനങ്ങളുടെ മിറേഴ്സ് നോക്കുമ്പോൾ LED ഇൻഡിക്കേറ്റർ സെൻസർ എടുത്തിട്ടുണ്ട്. സ്വിഫ്റ്റിലും സെയിം ആയിട്ടാണ് വരുന്നത്. ഇതാണ് ഓരോ വശങ്ങളുടെ രണ്ട് വാഹനങ്ങളുടെ വശങ്ങളുടെ ലുക്ക്. ഗ്രാൻഡ് ടൈറ്റൻ നിയോ സ്പോർട്ടിൽ നമുക്ക് കീല സെൻറ്റർ ആംഗിളും തന്നെ വരുന്നില്ല. സ്വിഫ്റ്റിൻ്റെ VXIയിൽ ക്ലിയർ സെൻറ്റർ ആംഗിളും തന്നെ വരുന്നില്ല. പ്ലെയിൻ ഗ്ലാസ്സുമാണ് രണ്ട് വാഹനങ്ങളുടെ ഗ്ലാസ്സിൽ. റൂഫ് റൈസ് ഗ്രാൻഡ് ടൈറ്റൻ നിയോസിന് കാണാം. ഈ ബാക്കിൽ ഷാർക്ക് ഫിൻ ആൻറ്റിന കാണാം. സ്വിഫ്റ്റിൻ്റെ VXIയിൽ നോർമൽ ആൻറ്റിനയാണ് വരുന്നത്. ഇനി രണ്ട് വാഹനങ്ങളുടെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എല്ലാ വണ്ടികളുടെ ബാക്ക് ലുക്ക് എക്സാക്ട്ലി സിമിലർ ആയിട്ടാണുള്ളത്. മറ്റു ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് വാഹനങ്ങളുടെ സ്പോയിലർ ഒന്നും തന്നെ വരുന്നില്ല. സ്പോയിലർ നമുക്ക് ഷോറൂമിൽ തന്നെ ആക്സസറി ആയിട്ട് ചെയ്യാം. നമുക്ക് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കാണാം. ബാക്കിലെ ഗ്ലാസ് സ്വിഫ്റ്റിൻ്റെ VXIയിൽ ഡിഫോഗറോടെ ഗ്ലാസ്സാണ്, വൈപ്പർ വരുന്നില്ല. ഗ്രാൻഡ് ടൈറ്റൻ നിയോസിലേക്ക് നോക്കുമ്പോൾ ഡിഫോഗറോടെ ഗ്ലാസ്സുകളാണ്, വൈപ്പർ വരുന്നില്ല. രണ്ട് വാഹനങ്ങളും വൈപ്പർ ആംഗിളും തന്നെ വരുന്നില്ല. ടൈലൈറ്റ് കൊണ്ടു കഴിഞ്ഞാൽ സ്വിഫ്റ്റിൻ്റെ VXIയുടെ ടൈലൈറ്റ് ഫുൾ LED ഇടാം. സ്റ്റോപ്പ് ലൈറ്റ് ഇൻഡിക്കേറ്റേഴ്സ് റിവേഴ്സ് ലൈറ്റ് ഹാലജനായിട്ട് കൊടുത്തിരുന്നു. ഗ്രാൻഡ് ടൈറ്റൻ നിയോസിൻ്റെ ടൈലൈറ്റ് നോക്കുവാണെങ്കിൽ ഫുൾ LED ടൈലൈറ്റുകളാണ്. ജസ്റ്റ് ഹാലജനായിട്ട് സ്റ്റോപ്പ് ലൈറ്റ് ഇൻഡിക്കേറ്റേഴ്സ് റിവേഴ്സ് ലൈറ്റ്. താഴെ റിഫ്ലക്റ്റേഴ്സ് കാണാം. ഗ്രാൻഡ് ടൈറ്റൻ നിയോസിൽ 2 പാർക്കിംഗ് സെൻസേഴ്സ് ആണുള്ളത്. സ്വിഫ്റ്റിൽ 4 പാർക്കിംഗ് സെൻസേഴ്സ് ആണ് വരുന്നത്. നമുക്ക് ഗ്രാൻഡ് ടൈറ്റൻ നിയോ സ്പോർട്ടിൽ നമുക്ക് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. സ്വിഫ്റ്റിൻ്റെ VXIക്ക് റിവേഴ്സ് ക്യാമറ കാണുന്നത് തന്നെ വരുന്നില്ല. ഇനി നമുക്ക് ബൂട്ടൺ ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് വരുന്നുണ്ട്. അത്യാവശ്യം സ്ക്വയർ ഷേപ്പിൽ വലിയ ബൂട്ടുകളാണ്. സ്വിഫ്റ്റിൻ്റെ ഗ്രാൻഡ് ടൈറ്റൻ നിയോസിൽ ബൂട്ട് ലൈറ്റ് കാണുന്നത് തന്നെ വരുന്നില്ല. സ്പെയർ വീൽ നോക്കുകയാണെങ്കിൽ ബേസ് വീലിൽ വന്ന് 185, 70, 14 ആണ് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ഗ്രാൻഡ് ടൈറ്റൻ നിയോസിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ റിക്വസ്റ്റ് സെൻസർ കാണുന്നത് തന്നെ വരുന്നില്ല. ഇന്ത്യയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡുവൽ ടോൺ കളറിലാണ് ഇൻറ്റീരിയർ കൊടുത്തിരിക്കുന്നത്. ഡോർ പാഡിലേക്ക് കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഡുവൽ ടോൺ കളർ കാണും. സോഫ്റ്റ് ടച്ച് നല്ല ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്. 4 പൗണ്ടർ കൺട്രോൾ. ഡ്രൈവർ സൈഡിൽ വിൻഡോ 1 ടച്ച് അപ്പ് ആനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. ലോക്കിനാണ് നമുക്ക് മിറർ കൺട്രോൾ ചെയ്യാൻ ഫോൾഡ് ചെയ്യാൻ ഓപ്ഷൻ വരുന്നുണ്ട്. ഡോർ ഹാൻഡിൽസ് ക്രോമൻ സെറ്റിലാണ്, സിൽവർ ഫിനിഷിലാണ്. സ്പീക്കർ ബില്ല് ബോട്ടിൽ ഓടിച്ച്. ഡ്രൈവർ സീറ്റിലേക്ക് കൊണ്ടുപോയ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഫിക്സഡ് ഹെഡ് റെസ്റ്റോടെ സീറ്റുകളാണ്. ഇത് മാനുവൽ ഓട്ടോമാറ്റിക് വേണ്ടാത്തതുകൊണ്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഡെക്ക് പെഡൽ കാണാം. ഫീൽഡ് ഓപ്പൺ ചെയ്യാനുള്ള കൊടുത്തിരുന്നു. ഹുഡ് ഓപ്പൺ ചെയ്യാനുള്ളത്. ഈ വശത്തേക്ക് വന്നു കഴിഞ്ഞാൽ ട്രാക്ഷൻ കൺട്രോൾ ഹെഡ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരുന്നു. സ്പോർട്ട് പെയിൻറ്റിൻ്റെ ഇന്ത്യയിൽ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ടോപ്പിൻ്റെ അതേ ഫീച്ചേഴ്സ് കാര്യങ്ങൾ ഈ വാഹനം തരുന്നുണ്ട്. ഇനി മറ്റു ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വേണ്ടിയും സിമിലർ സ്റ്റിയറിംഗ് വീലാണ്. താഴെ സിൽവർ ഫിനിഷ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ഇടവശത്ത് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലവശത്ത് ക്രൂസ് കൺട്രോൾ ഓപ്ഷൻസ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു. ഇടവശത്ത് വൈപ്പറിൻ്റെ കൺട്രോൾസും പലവശത്ത് ഹെഡ്ലൈറ്റ് കൺട്രോൾസും കാണാം. ഓട്ടോ ഹെഡ്ലൈറ്റിൻ്റെ ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
ക്ലസ്റ്റർ യൂണിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അനലോഗ് ആയിട്ടുള്ള ഇൻസ്റ്റാളേഷൻ യൂണിറ്റ് ആവുന്നത് സ്പീഡോമീറ്ററും മാപ്പിമീറ്ററും അനലോഗായിട്ട് കൊടുത്തിരിക്കുന്നു. ഇതിനകത്ത് ഒരു ഇൻഫോർമേഷൻ ഡിസ്പ്ലേ അതിനകത്ത് അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫോർമേഷൻസ് അറിയാനായിട്ട് പറ്റും. ആവറേജ് ഫീൽഡ് ഡിസ്റ്റൻസ് 20 ടയർ പ്രഷർ മോണിറ്ററിങ് എല്ലാം നമുക്ക് അറിയാനായിട്ട് പറ്റും. ഇനി സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹിൻഡറിൽ എല്ലാ വാഹനങ്ങളിലും കാണാൻ 8 ഇഞ്ചിന് ഇൻഫോടൈൻ സ്ക്രീൻ ആണത്. ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ വയർലെസ് കൊടുത്തിരുന്നു. അത്യാവശ്യം നല്ലൊരു റിവേഴ്സ് ക്യാമറ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു അഡാപ്റ്റീവ് ഗൈഡൻസോടെ റിവേഴ്സ് ക്യാമറയാണ്. പാർക്കിംഗ് സെൻസേഴ്സ് നമ്മുടെ ഇൻസ്റ്റാളേഷൻ ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം. ഇൻഫോടൈൻ സ്ക്രീനിൽ വേറെ പാർക്കിംഗ് സെൻസർ കാര്യങ്ങളും തന്നെ വരുന്നില്ല. താഴത്ത് കൊണ്ടുപോയി നമുക്ക് AC വെൻസ് കാണാൻ ചുറ്റും സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഹാസലായിട്ട് വട്ടം കൊടുത്തിരുന്നു. ഓട്ടോമാറ്റിക് ലാമ്പ് കൺട്രോൾ യൂണിറ്റ് കാണാം. താഴത്ത് കൊണ്ടുപോയി നമുക്ക് 12 വോട്ടിന് ചാർജിങ് പോർട്ട് കൊടുത്തിരുന്നു. ടൈപ്പ് C ചാർജിങ് പോർട്ട് ഉണ്ട്. USB കൺട്രോൾ ഓപ്ഷൻ കാണാം. ഇവിടെ എല്ലാ സ്റ്റോറേജ് സ്പേസ് നമ്മുടെ AMT എല്ലാവരും കാണാം. 2 കപ്പ് ഹോൾഡേഴ്സ് കാണാം. സെൻട്രൽ ആംസ്റ്റ് കാര്യങ്ങളും തന്നെ വരുന്നില്ല. അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന അഡ്ജസ്റ്റബിൾ ഹെഡ്റെസ്റ്റ് ഫിക്സഡ് ഹെഡ്റെസ്റ്റോടെ സീറ്റുകളാണ്. സീറ്റ് ബെൽറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ തന്നെ വരുന്നില്ല. 6 എയർ ബാഗ് സ്റ്റാൻഡ് അതിൻ്റെ ബാഡ്ജിങ് കാണാം. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരുന്നു. കോ ഡ്രൈവർ സൈഡ് സംവേഴ്സസ് വിത്ത് മിററാണ്. സെൻട്രൽ IR VMs മാനുവൽ ഡിപ്പിങ്ങൾ IR VMs ആണ്. ഡ്രൈവർ സൈഡിൽ സംവേഴ്സസ് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് ഉള്ളത്. സെൻട്രലായിട്ടാണ് റീഡിംഗ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. ഹാലജനായിട്ട് കൊടുത്തിരുന്നു. അങ്ങനെ വളരെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഇതാണ് ഈ ഓൾ ഓവർ ഇന്ത്യയിൽ ലുക്ക്. ഈ ബാക്ക് യാത്രക്കാരെ കംഫോർട്ട് കാര്യങ്ങളും ചെക്ക് ചെയ്ത് നോക്കാം. ബാക്ക് യാത്രക്കാരെ കംഫോർട്ട് നോക്കുവാണെങ്കിൽ അത്യാവശ്യം വരെ തുറക്കുന്ന ഡോറുകളാണ്. ഡോർ പട്ട ഡുവൽ ടോൺ കളറിൽ കൊടുത്തിരിക്കുന്നു. സോഫ്റ്റ് ടച്ച് ഉണ്ടല്ല ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്. പൗണ്ടർ കൺട്രോൾ കൊടുത്തിരിക്കുന്നു. ഹാൻഡിൽ സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. താഴെ നമുക്ക് ബോട്ടിൽ ഓർഡേഴ്സ് കാണാം. സ്പീക്കർ ബില്ല് കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് AC വെൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2 ടൈപ്പ് C ചാർജിങ് പോർട്ടുകൾ കാണാം. നമുക്ക് 2 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ്റെസ്റ്റ് കൊടുത്തിരുന്നു. 3 പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റ് കാണാം. ഐസോഫിക്സ് സ്റ്റൈൽ സീറ്റിൻ്റെ ഓപ്ഷൻ കൊടുത്തിരുന്നു. അകത്തേക്ക് കയറി ഇരുന്നാൽ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ലെഗ് റൂം ആൻഡ് നെയറും കാണാം. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ നിവറിൻ്റെ പോലും ഏകദേശം 10 സെൻറ്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് കാണാം. വൈഡ് ആയിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 ആയിട്ടുള്ള സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. ഈ സ്വിഫ്റ്റിൻ്റെ ഇൻറ്റീരിയറിൽ ചെക്ക് ചെയ്ത് നോക്കാം. സ്വിഫ്റ്റിൻ്റെ ഇന്ത്യയിലേക്ക് കയറുമ്പോൾ നമുക്ക് ഫുൾ ബ്ലാക്ക് ഫിനിഷാണ് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ കൊടുത്തിരിക്കുന്നത്. സ്വിഫ്റ്റിൻ്റെ ഇനി നമ്മുടെ ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡുവൽ ടോൺ കളർ കാണാം. ഇവിടെ എല്ലാം സോഫ്റ്റ് ടച്ച് കൊടുത്തിരുന്നു. 4 പൗണ്ടർ കൺട്രോൾ. ഡ്രൈവർ സൈഡ് വിൻഡോ 1 ടച്ച് അപ്പനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. ലോക്കൽ ആണ്ടൊക്കെ മിറർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരുന്നു. ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നില്ല. ഡോർ ഹാൻഡിൽസ് ക്രോമൻ സെറ്റിലാണ്. സ്പീക്കർ ബില്ല് ബോട്ടിൽ ഓർഡേഴ്സ്. ഡ്രൈവർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ സീറ്റ് ഹാറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊന്നും കൊടുത്തിട്ടില്ല. VXI വരുന്നുണ്ട്. ഇത് നമുക്ക് മാനുവൽ വരുന്നുണ്ട്. അതിന് 3 പെഡലുകൾ കാണാം. ഫീൽഡ് ഓപ്പൺ ചെയ്യാനുള്ള താഴോട്ട് കൊടുത്തിരിക്കുന്നു. ഫുഡ് ഓപ്പൺ ചെയ്യാനുള്ളത് ഈ വശത്തേക്ക് വന്നാൽ നമുക്ക് ഓട്ടോ സ്റ്റാർട്ട് കാണാം. ട്രാക്ഷൻ കൺട്രോൾ ഹെഡ്ലൈറ്റ് ലെവൽ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇനി അകത്തെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ നോക്കാം. സ്വിഫ്റ്റിൻ്റെ VXI വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫുൾ ബ്ലാക്ക് ഫിനിഷാണ് ഈ വാഹനത്തിന് ഇൻറ്റീരിയർ കൊടുത്തിരിക്കുന്നത്. മറ്റ് ഫീച്ചേഴ്സിലേക്ക് കൊണ്ടുവന്നാൽ സ്റ്റിയറിംഗ് വീലിലേക്ക് കൊണ്ടുവന്നാൽ മൾട്ടി ഫംഗ്ഷൻ ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീല് കൊടുത്തിരിക്കുന്നു. ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് നോർമൽ സ്റ്റിയറിംഗ് ആണ്. ഫ്ലാബോർഡ് സ്റ്റിയറിംഗ് വീലാണ്. ഇടവശത്ത് മ്യൂസിക് കൺട്രോൾസും താഴെ ഫോൺ കൺട്രോൾസ് കൊടുത്തിരിക്കുന്നു. ഇടവശത്ത് വൈപ്പർ കൺട്രോൾസും പലവശത്ത് ഹെഡ്ലൈറ്റ് കൺട്രോൾസ് കാണാം. ഓട്ടോ ഹെഡ്ലൈറ്റർ ഓപ്ഷൻസും തന്നെ വരുന്നില്ല. ഇനി ഇൻസ്റ്റാമോണസ്റ്റിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് അനലോഗ് ആയിട്ടുള്ള ഇൻസ്റ്റാമോണസ്റ്റ് യൂണിറ്റ് ആയതുകൊണ്ട് സ്പീഡോമീറ്ററും മാപ്പിമീറ്ററും അനലോഗായിട്ട് കൊടുത്തിരിക്കുന്നു. നമുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ അതിനകത്ത് അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസ് അറിയാനായിട്ട് പറ്റും. ആവറേജ് ഫീൽഡ് ഡിസ്റ്റൻസ് 20 നമുക്ക് അറിയാനായിട്ട് പറ്റും. സെൻട്രലേക്ക് കൊണ്ടുവന്നാൽ മാരുതിയുടെ എല്ലാ വാഹനങ്ങളിൽ കാണുന്ന സ്മാർട്ട് പ്ലേ പ്രോ ഇൻഫർടൈൻ സ്ക്രീൻ ആണുണ്ട്. 7 ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ വയർലെസ് എടുത്ത് കൊടുത്തിരിക്കുന്നു. അത്യാവശ്യം നല്ലൊരു റിവേഴ്സ് ക്യാമറ വരുന്നില്ല. പാർക്കിംഗ് സെൻസേഴ്സ് ആണുള്ളത്. നമുക്ക് ഷോറൂമിൻ്റെ ആക്സസറി ആയിട്ട് ചെയ്യാവുന്നതാണ്. ഹാസലായിട്ട് ബട്ടൺ കൊടുത്തിരുന്നു. AC യൂണിറ്റ് നമുക്ക് മാനുവൽ AC കൺട്രോൾസ് ആണ്. പക്ഷേ ഓട്ടോമാറ്റിക്കിൻ്റെ അതേ ലുക്കിലേക്കാണ്. താഴത്തെ കൊണ്ടുവന്നാൽ നമുക്ക് 12 വോട്ടിന് ചാർജിങ് പോർട്ട് കൊടുത്തിരുന്നു. USB കൺട്രോൾ ഓപ്ഷൻ വരുന്നുണ്ട്. ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ്. മാനുവൽ ഗിയറിലോർ കാണാം. സെൻട്രൽ ആംസ്റ്റ് കാര്യങ്ങളും തന്നെ വരുന്നില്ല. അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന അഡ്ജസ്റ്റബിൾ ഹെഡ്റെസ്റ്റോടെ സീറ്റുകളാണ്. സീറ്റ് ബെൽറ്റ് ഹാറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ തന്നെ വരുന്നില്ല. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ ഡ്രൈവർ സൈഡ് സംവേഴ്സസ് വിത്ത് മിററാണ്. മാനുവൽ ഡിപ്പിങ്ങൾ IR VMs ആണ്. റീഡിംഗ് ലൈറ്റുകൾ ഹാലജനായിട്ട് കൊടുത്തിരുന്നു. ഡ്രൈവർ സൈഡ് സംവേഴ്സസ് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് ഉള്ളത്. ഇതാണ് ഓൾ ഓവർ ഇൻറ്റീരിയർ. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വരെ തുറക്കുന്ന ഡോറുകളാണ്. ഡോർ പടെല്ലാം ഡുവൽ ടോൺ കളറിൽ കൊടുത്തിരുന്നു. സോഫ്റ്റ് ടച്ചിൻ്റെ ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്. പൗണ്ടർ കൺട്രോൾ. ഡോർ ഹാൻഡിൽസ് ക്രോമൻ സെറ്റിലാണ്. സ്പീക്കർ ബില്ല് ബോട്ടിൽ ഓർഡേഴ്സ്. ബാക്കിലേക്ക് AC വെൻസ് കാര്യങ്ങൾ തന്നെ ഈ വീട്ടിൽ വരുന്നില്ല. നമുക്ക് ഹെഡ് റെസ്റ്റുകൾ ബാക്കിൽ ഹെഡ് റെസ്റ്റ് ഫിക്സഡ് ഹെഡ് റെസ്റ്റ് ആണ്. സെൻട്രൽ പാസഞ്ചറിന് ഹെഡ് റെസ്റ്റ് വരുന്നില്ല. 3 പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റ് കൊടുത്തിരുന്നു. ഐസോഫിക്സ് സ്റ്റൈൽ സീറ്റിൻ്റെ ഓപ്ഷൻ. അകത്തേക്ക് കയറി ഇരുന്നാൽ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹെഡിനാണ് അഡ്ജസ്റ്റ് ചെയ്ത് നല്ലൊരു ലെഗ് റൂം ആൻഡ് നെയറും കാണാം. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ നിവറിൻ്റെ പോകുമ്പോൾ 10 സെൻറ്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് കാണാം. വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്കുള്ള സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും.
ഗ്രാൻഡ് അറ്റൈനേഴ്സിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ബേസ് ചെയ്യേണ്ടതായിട്ട് നമുക്ക് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് വരുന്നുണ്ട്. ABS CBD ട്രാക്ഷൻ കൺട്രോൾ ഹീൽ ഹോൾഡർ അങ്ങനത്തെ പ്രത്യേകിച്ച് ഫീച്ചേഴ്സ് ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ വീഡിയോ. ഫോർ ആൻഡ് മോർ ഇൻഫോയിൽ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് ചെയ്യാം. അടുത്ത അപ്ഡേറ്റ് കാണാനാവേ. ബൈ ബൈ.